ചർച്ച് ഓഫ് ഗോഡ് സൗത്ത് ഏഷ്യ റീജിയൻ്റെ കോർഡിനേറ്റർ ഫോർ UPയുടെ നേതാവുമായിരിക്കുന്ന പ്രിയ ഡോക്ടർ ഷിബു സാമുവലാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ കുടുംബവും നമ്മുടെ കൂടെ ഇന്ന് പങ്കെടുക്കുന്നു. ജീവിതത്തിൻ്റെ പിന്നിട്ട വഴികളിൽ എങ്ങനെയാണ് അദ്ദേഹം ഈ നിലവാരത്തിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിന് മുമ്പിൽ ഈ മാതൃകാപരമായ നിലയിൽ എത്തിച്ചേർന്നതെന്ന് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങളും നമുക്കറിയാം. ക്രിസ്ത്യൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. ഞാൻ ഇന്ന് ചോദിക്കുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത്, നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിന് ഒരു ചോദ്യമുണ്ട്. ഒരു ബിസിനസ്സുകാരന് ബിസിനസ്സിലും അല്ലെങ്കിൽ ക്രിസ്തീയ മേഖലയിലും ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല എന്നൊരു ചോദ്യം നമ്മുടെ സമൂഹത്തിലുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ബിസിനസ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ളൊരു കോട്ടവും നേട്ടമുള്ള അതേ ലെവലിൽ നമുക്കൊരിക്കലും വിശ്വാസജീവിതം പോകാൻ പറ്റില്ല. വിശ്വാസജീവിതം എപ്പോഴും വേറിട്ടൊരു സിറ്റുവേഷൻ. അതുപോലെ താങ്കൾ നിൽക്കുന്ന മേഖല ഈ ക്രിസ്തീയ ജീവിതവും അതുപോലെ തന്നെ ബിസിനസ്സുമുണ്ട്, അതേപോലെ തന്നെ രാഷ്ട്രീയപരമായ മേഖലയിലുമുണ്ട്. 3 മേഖല ഒരുപോലെ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. എങ്ങനെ ഈ 3 മേഖലയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നു? നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഒരുമിച്ച് വന്ന് അത് കൊണ്ടുപോകാൻ കഴിയും. അതിനെ ഞാൻ പ്രൂവ് ചെയ്ത് എന്ന് പറഞ്ഞാൽ, ഞാൻ ബോംബെ വെച്ച് രാധാകൃഷ്ണൻ ബ്രദർ എന്ന് പറഞ്ഞാൽ ഒരു ബ്രദർ ഹിന്ദു മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നു. ആ ബ്രദറിൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഫാബ്രിക്കേഷൻ്റെ ഒരു ബിസിനസ്സാണ്. അതിനകത്ത് പുള്ളി പറഞ്ഞൊരു കാര്യമാണ്, കൈക്കൂലി കൊടുക്കാതെ ഒരു ബിസിനസ്സും കൊട്ടേഷൻ കിട്ടാൻ സാധ്യതയല്ല. പക്ഷേ പുള്ളിക്കാരൻ തീരുമാനിച്ച ഒരു തീരുമാനമാണ്, ഞാൻ ഒരിക്കലും ആർക്കും കൈക്കൂലി കൊടുക്കത്തില്ല. ദൈവം ഇതാണെങ്കിൽ എനിക്കത് കിട്ടും, അതിന് ശ്രമിക്കും, ഹാർഡ് വർക്ക് ചെയ്യും. ആ ഹാർഡ് വർക്കിൽ കൂടെ, എൻ്റെ വിശ്വസ്ത ഹാർഡ് വർക്കിൽ കൂടെ എനിക്ക് കിട്ടുന്ന ബിസിനസ് മതി. ആ ഒരു തീരുമാനത്തിൽ ചേർന്നപ്പോൾ ദൈവം പുള്ളിയെ മാനിച്ചു, ദൈവം അനുഗ്രഹിച്ചു നല്ല രീതിയിൽ. അന്നേരം പുള്ളിയുടെ ആ ജീവിതം ഞാൻ പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി, അന്നേരം ദർ ഈസ് എ ചാൻസ്, നമ്മൾ വിശ്വാസത്തോടെ നിൽക്കുവാണെങ്കിൽ ബിസിനസ് മാർഗത്തിലും ക്രിസ്തീയ ജീവിതത്തിലും അതേ രണ്ടും നോക്കുവാണെങ്കിൽ, വിശ്വസ്ത പാലിക്കുകയാണെങ്കിൽ നമുക്കത് സാധിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ബിസിനസ്സിൽ മിനിസ്ട്രിയിൽ ആയിരിക്കും. ബിസിനസ് ഞങ്ങൾക്ക് പാഷൻ ഉണ്ടായിരുന്നു, മിഷൻസിൽ സപ്പോർട്ട് ചെയ്യണമെന്ന്. പക്ഷേ ഞാൻ ചർച്ച് ഫണ്ട് റേസ് ചെയ്യാൻ ഭയങ്കര ബാക്കല്ല. ഞാൻ ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. ഞങ്ങളെടുത്തൊരു തീരുമാനമാണ്, ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചേർന്ന് ബിസിനസ് ചെയ്ത് ഹൗ ക്യാൻ വി റീച്ച് ദ കമ്മ്യൂണിറ്റി ആൻഡ് ഹെൽപ്പ് ദ കമ്മ്യൂണിറ്റി. അതിൻ്റെ ഒരു മാർഗ്ഗമായിരുന്നു ഹോം ഹെൽത്തും ഹോസ്പിസും ഞങ്ങൾ തുടങ്ങിയത്. അതിൻ്റെ മുഖാന്തരം അനേക ഫാമിലീസ് ഞങ്ങൾ റീച്ച് ചെയ്യാനും അവരെ ഹെൽപ്പ് ചെയ്യാൻ, മോർ ദാൻ ദാറ്റ് മേക്കിംഗ് മണി ഈസ് ടു ഹെൽപ്പ് ദം ഇൻ ദർ സിറ്റുവേഷൻ. ആ ഒരു രീതിയിൽ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. പല കാര്യത്തിലുണ്ട്, ഈ ഹോം ഹെൽത്തിലും ഹോസ്പിറ്റലിലും കള്ളത്തരം ചെയ്യുന്ന ഒത്തിരി ഇതുണ്ട്. പക്ഷേ ഞങ്ങൾ തീരുമാനിച്ചു, നമ്മൾ അങ്ങനൊരു ഇത് ചെയ്യത്തില്ല, അങ്ങനെയുള്ളവർ നമുക്ക് വേണ്ട, അങ്ങനെയുള്ള സ്റ്റാഫിനെയും വേണ്ട. വിശ്വസ്ത ചെയ്ത് മെഡിക്കെയറിൻ്റെ അതിൻ്റെയൊക്കെ പോളിസി അനുസരിച്ച് തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ദൈവം മാനിക്കും. അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവം നമ്മളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാനിക്കാൻ തുടങ്ങി. പക്ഷേ കൂടുതലും ഫസ്റ്റ് സീക്ക് ദ കിങ്ഡം ഓഫ് ഗാഡ് ആൻഡ് ഹിസ് റൈച്ചസ്നെസ് എവറിത്തിങ് ഷാൽ ബി ആഡഡ് ഇൻടു യു. ഞങ്ങൾ മിഷൻസിന് വേണ്ടി ഞങ്ങൾ മുമ്പിൽ നിന്നു. എൻ്റെ പപ്പ മമ്മി, ഞങ്ങൾ 2 പേരൻസും ദൈവത്തിന് വേണ്ടി ഒത്തിരി ചെലവ് അയച്ചതാണ്. ദൈവത്തെ മിഷൻസിലും പാസ്റ്റേഴ്സിനെയും എല്ലാവരും ഓണർ ചെയ്ത് അവരെ ഒത്തിരി കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ദൈവവിലയ്ക്ക് വേണ്ടി ഒത്തിരി പൈസ മുടക്കി. അതിൻ്റെ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളെല്ലാം മക്കൾക്കും അതിൻ്റെ അനുഗ്രഹം, അവർ ചെയ്തതിൻ്റെ അനുഗ്രഹമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. അന്നേരം അതിൻ്റെ തന്നെ ഇപ്പം ഞങ്ങളുടെ പേരൻസ് മിഷൻസ് ചെയ്ത് ഞങ്ങൾ കണ്ടു, അതറിഞ്ഞു, ദൈവം എങ്ങനെ മാനിച്ച് ഞങ്ങളെല്ലാവരെയും അതറിഞ്ഞ് ഞങ്ങളത് കാണിച്ചു. ഞങ്ങളുടെ ജനറേഷനെ അത് കാണിച്ചു. ഇഫ് യു ആർ ഫെയ്ത്ത്ഫുൾ ഇൻ ദ ബിസിനസ് ഇൻ എവറിത്തിങ് ഗാഡ് വിൽ ബ്ലെസ് അസ്. അതിൻ്റെ ഒരു ഇതാണ്. പക്ഷേ സ്പിരിച്വൽ ലൈഫും പൊളിറ്റിക്കൽ ലൈഫും മിനിസ്ട്രി ബിസിനസ്സിലും ഒന്നിച്ച് നമ്മൾ ഒരേ രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ കള്ളത്തരം ചെയ്യാതെ ചെയ്യാം. അവിടെ ദൈവം മാനിച്ചത്. ഞാൻ ചോദിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഫാദറും മദറും ഒക്കെ പത്തനംതിട്ടക്കാരാണ് അല്ലേ? ഒരു പത്തനംതിട്ട എവിടെയാണ്? പപ്പയും മമ്മിയും അതിരിങ്ങലിലായിരുന്നു. അതിരിങ്ങൽ ജോർജ് സാറിന് കേട്ടിട്ടുള്ള ഫേമസ് പാസ്റ്ററിൻ്റെ അനിന്ദ്രനാണ് ഞാൻ, അതിരിങ്ങൽ ജോർജ് സാറിൻ്റെ. അന്നേരം മമ്മിയൊക്കെ പിന്നെ പാലക്കാട്, അവർ പാലക്കാട് മൂവ് ചെയ്തു. അന്നേരം മമ്മി പാലക്കാട്, പപ്പ അതിരിങ്ങൽ, കോന്നി അതിരിങ്ങൽ. അവിടുത്തെ എവിടെ പഠനമൊക്കെ എവിടെയായിരുന്നു? ഞങ്ങളെല്ലാം ഗുജറാത്തും ബോംബെയിലുമാണ്. ഗുജറാത്തിൽ പോകാൻ കാര്യം ഗുജറാത്തിൽ എങ്ങനെയാണ്? ഞങ്ങൾ പപ്പയുടെ 21ാമത്തെ വയസ്സിൽ പപ്പ കേരളം വിട്ട് ഗുജറാത്ത് അഹമ്മദാബാദിൽ വന്നു. ONGCയിലായിരുന്നു പപ്പ.
അങ്ങനെ ആ ONGCയിലൊപ്പം ഉള്ളപ്പോൾ ഞങ്ങൾ ഗുജറാത്തിൽ ഞങ്ങൾ ജനിച്ചു വളർന്നത്. ഓക്കെ. ഗുജറാത്തിലെ പഠനത്തിന് ശേഷം എന്തായിരുന്നു അടുത്ത സിറ്റുവേഷൻ? ഗുജറാത്തിൽ പഠനത്തിന് ശേഷം ഗുജറാത്തിൽ പഠനത്തിന് ശേഷം ബോംബെ വന്നു. പപ്പ ബോംബെ മിനിസ്ട്രിയൽ ബന്ധത്തിൽ ബോംബെ വന്നു. അതിൻ്റെയൊക്കെ ചരിത്രമുണ്ട്. ബോംബെ വരാൻ കാരണം എല്ലാം ഉണ്ട്. അതിൻ്റെ പിന്നിൽ ഞാൻ പറയാം. അത് ബോംബെ വന്നു. എന്നിട്ട് ബോംബെ ബാക്കി ഞാൻ പഠിച്ചു. എന്നിട്ട് അവിടെ ആയിരുന്നു ജോലി. അവിടെ ആയിരുന്നു എൻ്റെ വെഡിങ് നടന്നത്. പിന്നെ അവിടെ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞങ്ങൾ പോകുന്നത്, ദുബൈക്ക് പോകുന്നതും പിന്നെ അമേരിക്ക വന്നതായിരുന്നു. പപ്പ എങ്ങനെ ബോംബെ വരാൻ കാര്യം എന്താ പറ്റിയത്? എങ്ങനെയാണ് ഗുജറാത്തിൽ നിന്ന്? ഞങ്ങൾ ഗുജറാത്തിലായിരുന്നു. ഒരു വലിയ സ്റ്റോറിയാണ്. ഗുജറാത്തിലായിരുന്നു. അന്നേരം പപ്പ അന്നേരം ONGCയിലാൻ പറഞ്ഞല്ലോ, ONGCയിലായിരുന്നു. പപ്പ പാസ്റ്റർ ഒന്നും അല്ലായിരുന്നു. അന്നേരം എൻ്റെ സമയം ആയപ്പം ഞാൻ ജനിച്ചപ്പം അത് കഴിഞ്ഞ് പപ്പയ്ക്ക് ശുശ്രൂഷയിലേക്ക് ഒരു വിളി ഉണ്ടായിരുന്നു. അന്നേരം തടസ്സമായി നിൽക്കുമായിരുന്നു മമ്മിയുടെ അന്ന് 5 ആംഗ്ലമാർ 4 ആംഗ്ലമാർ പാസ്റ്റേഴ്സാണ്. അതുകൊണ്ട് മമ്മിക്ക് ഹസ്ബൻഡ് പാസ്റ്ററായി പോകാനൊരു ആഗ്രഹമില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു മമ്മി പപ്പയെ കല്യാണം കഴിച്ചത്. അത് അങ്ങനെ ഒരു പപ്പയ്ക്ക് വിളി ഉണ്ടായി. പപ്പ അന്നേരം പാസ്റ്ററായിപ്പം ആദ്യത്തെ ശുശ്രൂഷയിലേക്ക് പപ്പ ഇറങ്ങുന്നത് കൽക്കട്ടയിലാണ്, ചർച്ച് ഓഫ് ഗോഡ് കൽക്കട്ടയിൽ. അവിടെ ഞാൻ ലോവർ KG പഠിച്ചു, അപ്പർ KG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിച്ചു. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിച്ചു കഴിഞ്ഞ് സെക്കൻഡറി വന്നപ്പോൾ പപ്പ കൽക്കട്ടയിൽ നിന്ന് ബീഹാറിൽ വന്നു. ബീഹാറിൽ ഞാൻ ഫസ്റ്റ് പിന്നെയും പ്രിൻസിപ്പൽ പറഞ്ഞു സെക്കൻഡിൽ സീറ്റില്ല, സോ യു ഹാവ് ടു സ്റ്റഡി ഫസ്റ്റ് ഗ്രേഡ്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഗ്രേഡ് അവിടെ പഠിച്ചു. സെക്കൻഡ് ഗ്രേഡിൽ പഠിച്ചു. തേർഡ് ഗ്രേഡ് വന്നപ്പോഴാണ് പപ്പ ചർച്ച് ഓഫ് ഗോഡിൽ നിന്ന് IPCയിലോട്ട് വന്നു. എന്നിട്ട് തിരിച്ച് ഗുജറാത്തിൽ വന്നു. ജാംനഗർ എന്ന് പറഞ്ഞ സ്ഥലത്തിലായിരുന്നു ആദ്യം പോയത്. അവിടെ പ്രിൻസിപ്പൽ അവിടെ സെൻറ്റ് സേവിയർ സ്കൂളിൽ പോയി. പ്രിൻസിപ്പൽ പറഞ്ഞു തേർഡിൽ സീറ്റില്ല, സെക്കൻഡിൽ സീറ്റില്ല, ഫസ്റ്റിൽ തന്നെ പഠിക്കാൻ. അങ്ങനെ ഞാൻ 3 ക്ലാസ് എൻ്റെ ഫസ്റ്റ് പഠിച്ചു. അങ്ങനെ അതാണ് എൻ്റെ ഒരു ടേണിംഗ് പോയിൻറ്റ്. 15 വയസ്സായപ്പോൾ എന്നെ ഓൾവേസ് ദർ ഈസ് എ മൈൻഡ് ഡിഫറെൻറ്റ് തിങ്കിങ്. അന്നേരം ശത്രു എന്നോട് സംസാരിക്കാൻ തുടങ്ങിയത് നിൻ്റെ ജീവിതം ഇങ്ങനെ ആയത് പപ്പ പാസ്റ്ററായത് കൊണ്ടാണ്. അന്നേരം അങ്ങനെ ഞാൻ അങ്ങ് വെറുത്തു. അങ്ങനെ ഒരു ദൈവത്തിന് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് വെറുത്ത്. അങ്ങനെ ആ ദൈവപാതയിൽ നിന്ന് ഞാൻ മാറുന്നത്. പിന്നെ ഞാൻ എല്ലായിടത്തും ഐ യൂസ് ടു ഗോ ടു ഹിന്ദു ടെമ്പിൾ, ഗുരുദ്വാര, മസ്ജിദ് ആൻഡ് കാത്തലിക്. പപ്പ IPCയിലെ പാസ്റ്റർ ആയിരിക്കുമ്പോൾ ഞാൻ സെൻറ്റ് സേവിയേഴ്സിൽ കാത്തലിസം പഠിച്ച് കാത്തലിക് ചർച്ച് ജോയിൻ ചെയ്തു. അങ്ങനെ 2 ഡിഫറെൻറ്റ് റൂട്ടിലായിരുന്നു പോയിക്കൊണ്ട് അപ്പോൾ അടുത്ത് പോകുന്നു, ഞാൻ അടുത്ത് പോകുന്നു. ബിക്കോസ് ഐ ഹേറ്റ് ഇറ്റ്. ബിക്കോസ് അങ്ങനൊരു എനിക്ക് വേണ്ട എന്നൊരു ആ ഒരു മനസ്സിൽ വന്നു കഴിഞ്ഞു. പിന്നെ 16 വയസ്സായപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന അണ്ടർഗ്രൗണ്ട് ക്യാൻറ്റീനിൽ അവിടെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് അവിടെ ഇരിക്കുമായിരുന്നു. സോ അവർ ഗാങ്ങിൽ പെട്ടതായിരുന്നു. കാരണം ഞാൻ അവിടെ ചെന്ന് ചായ കുടിക്കാൻ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഗാങ്ങിൻ്റെ കുറിച്ചൊക്കെ പറഞ്ഞു, ചേരുവാ നിങ്ങൾ പൈസ ഉണ്ടാക്കാം, ചെറുപ്രായത്തിൽ തന്നെ ഫേം കിട്ടും, പേര് നേടാം എന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്തു. അങ്ങനെ ഞാൻ ചെറുപ്രായത്തിലുള്ള ആ മനസ്സ് ഇത് ചെയ്ത് അങ്ങനെ അവരുമായിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെ ഞാൻ ഗാങ്ങിൽ പെട്ടു. പിന്നെ എല്ലാം ചെയ്യാൻ തുടങ്ങി. അതായത് പപ്പ മമ്മിക്ക് ഒത്തിരി പ്രയാസമായി. അങ്ങനെ 87 അവർ തീരുമാനിച്ചു എൻ്റെ നിമിത്തം അവർ ഗുജറാത്ത് വിട്ട് ബോംബെക്ക് പോയാൽ എൻ്റെ മനസ്സിനൊരു വ്യത്യാസം വരും, സ്വഭാവത്തിനൊരു വ്യത്യാസം വരും എന്ന് ചിന്തിച്ച ഗുജറാത്തിൽ നിന്ന് ബോംബെക്ക് പോയി. അങ്ങനെ ബോംബെ വാഷി IPCയിലെ പാസ്റ്ററായിട്ട് പപ്പ അവിടെ പോയി. അന്നേരം അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് മൂവ് ചെയ്തത്. ആ സമയത്ത് പപ്പയോട് ചേർന്നോ? ഇല്ല, ഞാൻ അവിടെ പോയി, പപ്പയുടെ കൂടെ പോയി. പക്ഷേ അത്രയും ഞാൻ ഇവിടുത്തെ ഗാങ് വിട്ടു. പക്ഷേ എന്നാലും അവിടെ പോയി ഞാൻ ഇല്ല ചേർന്നില്ല. അന്നേരം ഫാദർ രഗ്നർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ഞാൻ കളിക്കുമായിരുന്നു. അന്നേരം ബാസ്കറ്റ്ബോൾ ക്ലബ്ബ് ജോയിൻ ചെയ്തു. അങ്ങനെ ബാസ്കറ്റ്ബോൾ കളിക്കാൻ പോയി. അവിടെ കളിക്കാൻ പോയപ്പോൾ ഈ ഉമേഷ് ഷെട്ടി എന്ന് പറഞ്ഞ ഉമേഷ് ഷെട്ടി എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടായി. അന്നേരം അവൻ്റെ അങ്കിള് അവിടുത്തെ വലിയൊരു മാഫിയപ്പെട്ടതാണ്. ഞാൻ നോട്ട് മെൻഷനിങ് ദ നെയിം. സോ മാഫിയപ്പെട്ട. അന്നേരം അവന് എൻ്റെ വേറെ മലയാളി ഫ്രണ്ട് ഉണ്ട്, അവനോട് പറഞ്ഞു ഹിന്ദിയിൽ പറഞ്ഞു ഇവനൊരു മനസ്സിലാപ്പിക്ക് ബോംബെ ആരാ റൂൾ ചെയ്യുന്നതിന്. അന്നേരം അന്ന് അവരെല്ലാം ഷെട്ടികളാണ്. അന്നേരം ഞാൻ പറഞ്ഞു കൊറിക്കുന്ന പട്ടി ഒരിക്കലും കടിക്കത്തില്ല, ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്ന ആളാന്ന് പറഞ്ഞു. അന്നേരം അവന് മനസ്സിലായി ഞാനൊരു സംതിങ് ആന്ന് മനസ്സിലായി. അവൻ എൻ്റെ കൂടെ ഫ്രണ്ട്ഷിപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ ആദ്യമേ CBD എന്ന് പറഞ്ഞ സ്ഥലത്തിൽ ഭാസ്കർ ഷെട്ടി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ പോയി എന്നെ ഫ്രണ്ട്ഷിപ്പ് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഞാൻ അവരുടെ കൂടെ ചേർന്ന് പിന്നെയും തിരിച്ച് പഴയ രീതിയിലോട്ട് അങ്ങ് പോയി. കാരണം ഗുജറാത്തിലുണ്ടായതിനെക്കാട്ടും പിന്നെ പൊളിറ്റിക്കൽ ഫീൽഡിൽ വന്നു. പൊളിറ്റിക്കൽ ലീഡേഴ്സുമായിട്ട് കണക്ഷൻ ഉണ്ടായി. പിന്നെ അവരായിരുന്നു നമ്മളെ മൊത്തം ഭരിച്ചുകൊണ്ടിരുന്നത്, ഞാൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു. ഐ എം നോട്ട് മെൻഷനിങ് ദ നെയിം ബിക്കോസ് അതായത് സോ അവർക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചു എൻ്റെ ജീവിതം.
അവർക്ക് വേണ്ടിയായിരുന്നു മൊത്തം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഡിഫറെൻറ്റ് റോൾസ് ആയിരുന്നു. ആ സമയത്ത് ഞാൻ പഠിച്ചു. ബാണ്ടൂപ്പ് എന്ന സ്ഥലത്തുള്ള റത്ലാം കോളേജ് NES സ്കൂളിൽ ഞാൻ കമ്പ്യൂട്ടർ ബിസിനസ് മാനേജ്മെൻറ്റ് വന്ന കമ്പ്യൂട്ടർ സെൻറ്റേഴ്സ് 100 കമ്പ്യൂട്ടർ സെൻറ്ററാണ് അത് ബോംബെ മൊത്തം. അതിൻ്റെ ഞാൻ റത്ലാം കോളേജിലെ അവിടെ കമ്പ്യൂട്ടർ സയൻസ് ഞാൻ പഠിപ്പിക്കുമായിരുന്നു. കോളേജിൽ സാറ്, പുറത്ത് ഗാങ് ലീഡേഴ്സ്, ഈ സ്റ്റുഡൻസിനകത്ത് എൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. പിന്നെ അവിടെ ഞാൻ അങ്ങ് വളർന്നത്. അപ്പോൾ ഞാൻ പിന്നീട് എവിടെ വെച്ചാണ് നമ്മൾ പപ്പാട മാർഗത്തിലോട്ട് തിരിഞ്ഞത്? ഞാനിങ്ങനെ പിന്നെ അവിടെയും നമ്മളില്ല ഗാംഗിൽ ആയിരുന്നു. 93 ഓരോ സംഭവം ഉണ്ടായി എൻ്റെ ജീവിതത്തിൽ. ഞാൻ ചെയ്യാത്ത തെറ്റിന് എന്നെ പിടിച്ചു. അങ്ങനെ 6 വർഷത്തേക്ക് ജയിലിൽ ഇടാൻ വേണ്ടി തീരുമാനിച്ചു. അത് 3 ദിവസം റിമാൻഡ് തന്നു. ആ റിമാൻഡിൽ ആദ്യത്തെ ദിവസം കയ്യും കാലും കെട്ടി കാലിൻ്റെ വെള്ളിലേക്ക് അടിച്ച് ഇഞ്ചുറി ചെയ്തു. സെക്കൻഡ് ഡേയിൽ അവരെനിക്ക് ഇലക്ട്രിക് ഷോക്ക് വന്നു. മൂന്നാമത്തെ റിമാൻഡിന് മുമ്പേ മമ്മി എപ്പോഴും എന്നോട് പറയുമായിരുന്നു, ഷിബു, വെൻ യു ഹാവ് ഫ്രണ്ട്സ്, വെൻ യു ഹാവ് മണി യു ഹാവ് ഫ്രണ്ട്സ്, വെൻ യു ഡോണ്ട് ഹാവ് മണി യു ഡോണ്ട് ഹാവ് ഫ്രണ്ട്സ്, ഓൺലി ഗോഡ് ആൻഡ് യുവർ പേരൻസ് വിൽ ബി ദെയർ ഫോർ യു. അങ്ങനെയായിരുന്നു എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അന്നേരം ഞാൻ അത്രയും മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു. ആ വാക്കുകളൊന്നും വില കൊടുക്കത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ പെട്ടുപോയപ്പം അന്ന് മനസ്സിലായി. എൻ്റെ കൂടെ നടന്ന ആൾക്കാർ അന്ന് എന്നോട് പറഞ്ഞു, അന്നേരം പൊളിറ്റിക്കൽ ഇത് നടക്കുക, ഈ ഇലക്ഷൻ്റെ സമയമാണ്. അത് അവരൊന്ന് എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് ഇടപെടാൻ ഒക്കത്തില്ല, അതുകൊണ്ട് ഷിബു വന്നേ അത് ചെയ്യണം. അന്ന് എനിക്ക് മമ്മിയുടെ വാക്കുകൾ മനസ്സിലായി. അന്ന് 3ാമത്തെ റിമാൻഡിന് മുമ്പേ 2 പ്രാവശ്യം എനിക്ക് വെടിയേറ്റു, കാലിലും ബാക്കിലും. പക്ഷെ അവിടെ എല്ലാം ദൈവം എന്നെ വെടിവിച്ചു. പക്ഷെ അന്നേരമൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല, ദൈവം വെടിവിച്ച് അന്നും മനസ്സിലാകുന്നില്ല. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ റിമാൻഡിന് മുമ്പേ ഞാൻ ദൈവസന്നിധി ആദ്യമായിട്ട് മുട്ടുമടക്കി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ ചെയ്യാത്ത തെറ്റില്ല ഞാൻ പെട്ട് കിടക്കുന്നത്. അന്നേരം ഒരു മർഡർ കേസിലാണ് പെട്ട് കിടന്നത്. അന്നേരം അതിൽ ഞാൻ ചെയ്യാത്തതാ, പക്ഷേ എന്നെ ഇവിടുന്ന് വിടുവിക്കുവാണെങ്കിൽ ഞാൻ ഇനി മേലാൽ ലോകത്തിന് വേണ്ടി ജീവിക്കത്തില്ല, കർത്താവിന് വേണ്ടി ജീവിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞ് ഒരു തീരുമാനമെടുത്തു. അന്ന് വൈകിട്ട് രാത്രിയായപ്പോൾ ബോംബെ മൊത്തം ലൈറ്റ് പോയി. അങ്ങനെ ലൈറ്റ് പോയിപ്പം കറണ്ട് പോയി. ഇപ്പോൾ ഫുൾ പവർ കട്ടായി. ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി പവർ കട്ടായപ്പോൾ എൻ്റെ 3rd ഡേ റിമാൻഡ് പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെച്ചു. പിറ്റേ ദിവസം മാറ്റിവെച്ച് അന്നേരം അവിടെ തന്നെ മാട്ടുങ്ക മാത്യൂസ് എന്ന് വെച്ചാൽ പാസ്റ്ററിൻ്റെ ചർച്ചിൽ പോകുന്ന ഒരു റൈറ്റർ ഉണ്ടായിരുന്നു. പുള്ളി അവിടുത്തെ ജയിൽ റൈറ്ററായിരുന്നു. പുള്ളിക്കറിയാം ഞാൻ ഒരു പാസ്റ്റർ മോനാണെന്ന്. അന്നേരം പുള്ളി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അങ്ങ് സമ്മതിച്ച് 6 വർഷമേ ഉള്ളൂ, അതങ്ങ് സഹിക്ക്, അല്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ റിമാൻഡ് അടികൊള്ളുന്നത്. ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യാത്ത കാര്യം അങ്ങനെ ഞാൻ സമ്മതിക്കുന്നത്. എൻ്റെ ഫിംഗർ പ്രിൻറ്റ്സ് മാച്ച് ചെയ്യുന്നില്ല, ബ്ലഡ് മാച്ച് ചെയ്യുന്നില്ല, ഞാനല്ല ചെയ്തത് അതെല്ലാം. പിന്നെ അങ്ങനെ പുള്ളി പറഞ്ഞു, അങ്ങനെ ആണെങ്കിൽ ഞാൻ നോക്കട്ടെ എന്തോ ചെയ്യാൻ നോക്കുമെന്ന്. പിറ്റേ ദിവസം തന്നെ പോലീസിൻ്റെ പട്ടി യഥാർത്ഥ ആൾക്കാരെ പിടിച്ചു. അങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പം 6 വർഷത്തേക്ക് പ്രിസണിൽ ഇടാൻ പറഞ്ഞ ജഡ്ജ് തന്നെ 4ാമത്തെ ദിവസം പറഞ്ഞു, ഇവരെ ഇന്നോസെൻ്റാ, ഇവരെ വെറുതെ വിട്. അങ്ങനെ ഞാൻ 5ാമത്തെ ദിവസം ഞാൻ വെളിയിറങ്ങി. അതിന് മുമ്പേ ഒത്തിരി സംഭവങ്ങളുണ്ട്. പപ്പ ഒരു പ്രാവശ്യം അടിക്കാൻ വന്ന് പപ്പയുടെ കൈക്ക് പിടിച്ച് തിരിച്ചിട്ട് പറഞ്ഞു, എന്നെ അടിച്ചാൽ നിൻ്റെ കൈ ഒടിക്കൂടാന്ന് പറഞ്ഞു. പപ്പയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. എല്ലാവരും പറഞ്ഞു പോയി സോറി വരാൻ ഞാൻ പറഞ്ഞില്ല. അന്ന് എനിക്ക് ഹൃദയമായിരുന്നു, സോറി പറഞ്ഞില്ല. പക്ഷേ അന്ന് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഹോട്ടലിൽ പോയിട്ട് കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. എൻ്റെ ഫ്രണ്ട്സ് നേരെ ഞാൻ അമ്പർനാഥ് IPC, അമ്പർനാഥ് IPCയിലെ പാസ്റ്ററായിരുന്നു. ആ ചർച്ചിൽ പോയി. ആ ചർച്ചിന് മുമ്പിൽ നിന്ന് പപ്പയോടും ദൈവത്തോടും ക്ഷമ പറഞ്ഞു, കൺഫസ് ചെയ്ത് ഞാൻ അന്ന് ഞാൻ ക്ഷമ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ദൈവപാതയിലോട്ട് വന്നു. പക്ഷേ തീരുമാനമാണ് അല്ലേ അങ്ങനെയാണ് ഇത്. പക്ഷേ എൻ്റെ ഗാങ്ങിൽ എൻ്റെ ലീഡറോട് ഞാൻ പറഞ്ഞു, ഗാങ്ങിൽ ഞാൻ വിടുവാന്ന് പറഞ്ഞപ്പോൾ പുള്ളി കുഴപ്പമില്ല, പുള്ളി പറഞ്ഞു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ എന്നെ ചുറ്റി. ഞാൻ താഴെ ഇറങ്ങി വന്നപ്പോൾ എന്നെ ചുറ്റി കൊല്ലാൻ വേണ്ടി. ബിക്കോസ് ഇറ്റ് ഈസ് ഈസി ടു ഗെറ്റ് ഇൻ, പക്ഷേ വെളിയിറങ്ങാൻ ഭയങ്കര പ്രയാസമാണ് ഒരു ദിവസം കയറിക്കഴിഞ്ഞാൽ. ബിക്കോസ് അവരുടെ സീക്രട്ട് എല്ലാം അറിയാം. അതുകൊണ്ട് നമ്മളെ ഒരിക്കലും ഇതില്ല. പക്ഷേ ഇന്ന് ആ 5 പേർ ഈ ലോകത്തിലില്ല. എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ 5 പേർ ഈ ലോകത്തിലില്ല. ദൈവമായിട്ട്, ബിക്കോസ് ദ വേർഡ് സേസ് വെൻ യു ബിക്കം ദ ടെമ്പിൾ ഓഫ് ഗാഡ്, ഹു എവർ ഡിഫൈൽ മൈ ടെമ്പിൾ ഐ വിൽ ഡിസ്ട്രോയ് ദം. സോ അങ്ങനൊരു ഇത് വന്നു. അത് കഴിഞ്ഞ് ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഷോർട്ട് കട്ടിൽ പറയുക, അങ്ങനെയാണ് ഞാൻ ദൈവസന്നിധി വരുന്നത്. 93 ദൈവസന്നിധി വന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞ ഉടനെ തന്നെ പപ്പ മമ്മി തീരുമാനിച്ചു. അന്നേരം ആ 93 പപ്പ മമ്മി അമേരിക്കയിൽ വരുന്നത്. അതിന് മുമ്പേ ഞാൻ കല്യാണം കഴിക്കണമെന്ന് ഒരു നിർബന്ധമായിരുന്നു.
അതിന് ഞാൻ ഓക്കെ, എനിക്ക് 24 വയസ്സേ ഉള്ളൂ, എനിക്ക് കെട്ടണമെന്നൊരു ആഗ്രഹമില്ല, പക്ഷേ എങ്ങനെയാണ് ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നത്? ഒരു മാർഗ്ഗവും ഇല്ല. പക്ഷേ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, കാണുന്ന പെണ്ണുങ്ങളോട് എൻ്റെ സ്റ്റോറി പറയുക, അവർ പേടിക്കും, കള്ളം കഴിക്കത്തില്ല. 13 പെണ്ണിനോട് പറഞ്ഞു, എല്ലാവരും മാറി. 14ാമത്തെ പെണ്ണോട് സ്റ്റോറി പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരി ദൈവം പുള്ളിയുടെ ചെവി അടിച്ചു. അതുകൊണ്ട് അങ്ങനെ ഇത് വന്നു. ഞങ്ങൾ 93 ഓഗസ്റ്റിലാണ് കല്യാണം കഴിക്കുന്നത്. അത് കല്യാണം കഴിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം 32 വർഷമായി. കുഞ്ഞുങ്ങൾക്കറിയാം ഈ സ്റ്റോറി? അറിയാം, അവരോട് പറഞ്ഞിട്ടുണ്ട്. വലിയൊരു ചരിത്രമുണ്ട് ഇതിന്. അതായത് പെട്ടെന്നല്ല, ഒരു വലിയ പീഠത്തിൽ നിന്ന് വന്നേക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയായിരുന്നു. പിന്നെ ദൈവവിളി ഉണ്ടാകുന്നത് പിന്നെ ഞാൻ അവിടെ നിന്ന് 95 ദുബൈക്ക് പോയി. ദുബൈ പോയി. ഞാൻ ദുബൈയിലും ഒരു ഹോട്ടലിൻ്റെ 5 4 സ്റ്റാർ ഹോട്ടലിൻ്റെ എല്ലാം ഞാൻ നോക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ സിസ്റ്റർ അവിടെ, സിസ്റ്ററും ഹസ്ബൻഡും ഷാർജയിലുണ്ടായിരുന്നു. അത് അവരോട് ഞാൻ സംസാരിച്ചു. ജസ്റ്റ് സിസ്റ്ററിനെ പേടിക്കാൻ, ഞാൻ ടേണിംഗ് പോയിൻ്റ് ഞാൻ പറയുന്നത്. സിസ്റ്ററിനെ ജസ്റ്റ് പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, നിൻ്റെ പാസ്റ്റിനെ ഉപയോഗിച്ച് ഞാൻ സിഗരറ്റ് വലിക്കടിയെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പേടിച്ച് സോറി പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ട് ഞാനിങ്ങ് പോന്നു. എന്നിട്ട് 2 മാസം കഴിഞ്ഞ് ഞാനിങ്ങനെ മുടി വെട്ടാൻ പോയപ്പോൾ എൻ്റെ അക്കൗണ്ടൻറ്റും ഞാൻ ഡ്രൈവർ ഞങ്ങളെല്ലാവരും പോയി. അതെൻ്റെ പേജിലും സെൽഫോൺ ഓഫ് വെച്ചിരിക്കുമായിരുന്നു. എൻ്റെ പാസ്റ്റർ എന്നെ കാണാൻ വേണ്ടി ഹോട്ടലിൽ വന്നു. അവരവിടെ വെയിറ്റ് ചെയ്യുമോ എനിക്ക് വേണ്ടി. റിസപ്ഷനിസ്റ്റ് എന്നെ വിളിക്കുക, പക്ഷേ ഫോൺ ഓഫ് ചെയ്തതുകൊണ്ട് എനിക്കറിയത്തില്ല, കേട്ടില്ല. ഞാനതുപോലെ നിന്ന് വീട്ടും വിളിച്ച് ഇങ്ങനെ ഹോട്ടലിൽ കയറി വരുമ്പോൾ പാസ്റ്റർ മുമ്പിൽ നിൽപ്പുണ്ട്. സിസ്റ്ററോട് പറഞ്ഞ അതേ വാക്ക് ഇങ്ങനെ നിൽപ്പുണ്ട്. എന്തു വെച്ചിട്ട് നിർത്തില്ല. ഞാൻ എടുത്ത് കളഞ്ഞു. ഓഫീസിൽ പോയി. പാസ്റ്റർ അവിടെ ഇരുന്നു, വർത്തമാനം പറഞ്ഞു. പാസ്റ്റർ OJ തോമസ് എന്ന പാസ്റ്ററിൻ്റെ പേര്. ഇമാനുവൽ അസംബ്ലീസ് ഓഫ് ഗോഡിലാണ് പോയിക്കൊണ്ടിരുന്നത് ദുബൈയിൽ. അന്നേരം പാസ്റ്റർ പോകാൻ നേരത്തിനോട് പറഞ്ഞു, ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പക്ഷേ ആ പ്രാർത്ഥന, ദാറ്റ് പ്രെയർ ഈസ് മൈ ടേണിംഗ് പോയിൻറ്റ്. പാസ്റ്റർ കറിഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാനത് ശ്രദ്ധിച്ചപ്പോൾ 6 മാസം പരിചയമുള്ള പാസ്റ്റർ എനിക്ക് വേണ്ടി ഇത്രയും കരയുന്നെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ എത്രയും കരഞ്ഞു കാണും. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു. ബിക്കോസ് ഞാൻ വർക്ക് ചെയ്ത് ഹോട്ടലിലായിരുന്നു. പേര് പറയാൻ പാടില്ല. അണ്ടർവേൾഡിൻ്റെ വലിയൊരാൾ ദുബൈയിൽ, അറിയാം നിങ്ങൾക്ക് പേര് പറഞ്ഞാൽ. ആ ഹോട്ടലിലായിരുന്നു മാസത്തിൽ 1 വന്നുകൊണ്ടിരുന്നത്. ഞാൻ അങ്ങനെ പരിചയപ്പെടുകയും ചെയ്തു. പുള്ളിയുടെ ഒരു പേഴ്സണൽ സെക്രട്ടറി ഉണ്ട്, അത് മലയാളി അഷ്റഫ് എന്ന് പറഞ്ഞ്. പുള്ളി എൻ്റെ ഓഫീസിൽ വരും, ഇരിക്കും. അന്നേരം എന്നോട് എപ്പോഴും സംസാരിക്കും, എല്ലാം ചെയ്യും. പിന്നെയും പുള്ളിക്കാരി പറഞ്ഞു എന്തുകൊണ്ടെങ്കിലും ഞാൻ ചെയ്യാം, ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ പിന്നെയും ഇതൊക്കെ ലോകത്തിലോട്ട് പോകുമായിരുന്നു. അന്നേരം ആ ദൈവം എന്നെ ദുബൈ വെച്ച്. അന്നേരം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ദൈവത്തിൽ നിന്ന് ഞാൻ 3 ദിവസം ഉപവാസം എടുക്കാൻ തീരുമാനിച്ചു. ഈ പാസ്റ്ററിൻ്റെ ഈ സംഭവം കഴിഞ്ഞ് അങ്ങനെ ഞാൻ 3 ദിവസം ഉപവാസം ഇരിക്കും. 3ാമത്തെ ദിവസം ഹോട്ടൽ റൂമിൽ, ഹോട്ടൽ റൂമിലിരിക്കുമ്പോൾ ഭയങ്കര പ്രകാശം, ഭയങ്കര പ്രകാശം. എന്നിട്ട് സ്ട്രിങ് വിൽ ബി ലൂസ്ഡ് ആൻഡ് ഹിയർ വിൽ ബി ഓപ്പൺഡ് എന്ന് പറഞ്ഞൊരു വാക്ക്. എനിക്കറിയത്തില്ല എന്തുവാന്ന്. ഞാൻ ഉടനെ പാസ്റ്ററെ വിളിച്ചു, OJ തോമസ് പാസ്റ്ററെ വിളിച്ചു. എന്നിട്ട് പാസ്റ്റർ പറഞ്ഞു, നമ്മുടെ ചർച്ചിൽ ഇമാനുവൽ അസംബ്ലീസ് ഗോഡ്, അവിടെ ഒരു ഫാമിലി ഉണ്ട്. ആ ഫാമിലിയുടെ മോള് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ കുഞ്ഞിന് സംസാരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ദൈവം എന്തിനാണ് എന്നെ കാണിക്കുന്നത്. സോ ഹി വാണ്ട് ടു യൂസ് മീ. അങ്ങനൊരു ഇത് വന്നു. ഞാൻ തീരുമാനമെടുത്തു. പാസ്റ്ററിൻ്റെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ആ ചർച്ചിൽ പോയി. അന്ന് പാസ്റ്ററിനോട് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആദ്യമായിട്ട് ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഐ ക്യാൻ ഫീൽ ദ പവർ ഇൻ മീ. ആ ഒരു ഇത് വെച്ച് സോ ഐ നോ ദാറ്റ് ഫ്രം ദാറ്റ് ഡേ. അന്നേരം പാസ്റ്ററും പറഞ്ഞു ദൈവവിളി ഉണ്ട് ഷിബിന്, അതിൻ്റെ ഇതെല്ലാം എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ മൈൻഡ് കംപ്ലീറ്റ് അങ്ങ് ബ്ലാങ്കായി. എനിക്കൊന്നും പിന്നെ ചെയ്യാൻ ഒക്കുന്നില്ല. ഒറ്റ ഇതേ ഉള്ളൂ, ദൈവവിളിക്ക് വേണ്ടി ഇറങ്ങണം. അങ്ങനെ ഞാൻ 95 തീരുമാനിച്ചു വിശ്വവേലയ്ക്ക് വേണ്ടി ഇറങ്ങി. നാട്ടിൽ പോയി, കേരളത്തിൽ പോയി പഠിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. ബിക്കോസ് മലയാളം എനിക്കറിയത്തില്ല, മലയാളം കൾച്ചർ അറിയത്തില്ല. അതെല്ലാം ഒന്ന് പഠിക്കുകയും ചെയ്യാം. അങ്ങനെ ഞാൻ കേരളത്തിൽ പോയി. എൻ്റെ പപ്പയോട് ഞാൻ വിളിച്ച് പറഞ്ഞു, പപ്പ ഇങ്ങനെ വിശ്വവേലയ്ക്ക് ഞാൻ ഇറങ്ങുക എന്ന് പറഞ്ഞു. പപ്പ പറഞ്ഞു, മോനെ മാനസാന്തരപ്പെടാനും രക്ഷിക്കപ്പെടാനും മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, പക്ഷേ മിനിസ്ട്രിക്ക് ഇറങ്ങുക, ഗോ ഹെഡ്. അതേ സമയത്ത് ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ചു. വൈഫിനോട് ഞാൻ പറഞ്ഞു, ബിക്കോസ് വൈഫിൻ്റെ വീട്ടിലും ഞങ്ങൾക്ക് ടോട്ടൽ 57 പാസ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ 45 എന്നോട് ചേർന്നു. അന്നേരം എൻ്റെ വൈഫാണെങ്കിലും അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ മൊത്തം പാസ്റ്റർമാരുടെ ലൈനാണ്. അന്നേരം പുള്ളിക്കാരിക്ക് ഒരു പാസ്റ്റർ അല്ലായിരുന്നു കെട്ടേണ്ടത്, അതുകൊണ്ട് എന്നെ കെട്ടിയത്. അത് ഞാൻ ശുശ്രൂഷയിലേക്ക് ഇറങ്ങുവാന്ന് ചോദിച്ചു. ആദ്യത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് വട്ടാണെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു വട്ട. അങ്ങനെ ഞാൻ കേരളത്തിൽ വന്നു, ബൈബിൾ കോളേജ് പഠിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഞാൻ അന്നേരം വൈഫ് എന്തെടുക്കായിരുന്നു? എവിടെ പുള്ളിക്കാരി ജോലിയാണ് ബോംബെയിൽ. ഒറ്റയ്ക്കാണ് വന്നത്. ഓസ്ട്രേലിയൻ ബേസ് കമ്പനിയുടെ അവിടുത്തെ ജനറൽ മാനേജറായിട്ടും അസിസ്റ്റൻറ്റ്
മാർക്കറ്റിംഗ് അല്ലേ, മാർക്കറ്റിംഗ്, ജനറൽ മാർക്കറ്റിംഗ് നോക്കുന്നുണ്ട്. മാനേജറായിട്ടെല്ലാം നാട്ടിൽ പോയിട്ട് ബൈബിൾ കോളേജ് ജോയിൻ ചെയ്തു. അതുകൊണ്ട് പുള്ളിക്കാരി ബോംബെയിൽ തന്നെ, ഞാൻ ബൈബിൾ കോളേജ് ഇതിൻ്റെ ഫണ്ടൊക്കെ ആ സമയത്ത് കണ്ടെത്തി എങ്ങനെ സാമ്പത്തികമായ പ്രശ്നം? എല്ലാം വിശ്വാസത്താൽ. പുള്ളിക്കാരിയായിരുന്നു അന്ന് ജോലി മാത്രമേ. എത്ര വർഷം ബൈബിൾ കോളേജ് പഠിച്ചു? ഞാൻ 3 വർഷം അവിടെ പഠിച്ചു. 3 വർഷം പഠിച്ചതിന് ശേഷം എന്താ? 3 വർഷം പഠിച്ചു കഴിഞ്ഞ് പിന്നെ ഞാൻ അന്നേരം പഠിച്ചിറങ്ങി. അന്നേരം പഠിക്കുന്ന സമയത്തിന് തന്നെ ദൈവം ശക്തമായിട്ട് എന്നെ കേരളത്തിൽ മൊത്തം ഉപയോഗിച്ചു. എല്ലാ കേരളത്തിലും നോർത്ത് ഇന്ത്യയിലും എല്ലാം. ഞാൻ ബൈബിൾ കോളേജ്, പൈപ്പാട് ബൈബിൾ കോളേജ് 3 വർഷത്തിനകത്ത് ഗ്രാജുവേറ്റ് ചെയ്യുമ്പോൾ ജെയ്സൺ സാറിനൊക്കെ അറിയാം. ഞാൻ ഒരു മോർ ദാൻ 100 കൺവെൻഷനും മീറ്റിങ്സിലും പ്രസംഗിച്ച, ഞാൻ ഗ്രാജുവേറ്റ് ആയി കഴിയുമ്പോൾ തന്നെ പ്രസംഗിച്ച ഒരാൾ. ദൈവം ശക്തമായിട്ട് എന്നെ ഉപയോഗിച്ച ഒരു സമയം ആ സമയത്താണ്. അത് കഴിഞ്ഞ് ഞാൻ 99 ഗ്രാജുവേറ്റ് ചെയ്തു. പിന്നെ ദുബൈയിൽ പാകിസ്ഥാൻ ചർച്ചുകാർ പിന്നെ എന്നെ വിളിച്ചു. അജ്മൽ ഖാൻ എന്ന് പറഞ്ഞ ഷാർജയിലുള്ള അജ്മൽ ഖാൻ പാസ്റ്ററിൻ്റെ ആ ചർച്ചിൽ 3 ദിവസം കൺവെൻഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന ഉടനെ ഞാൻ 99 ഞാൻ അമേരിക്കയ്ക്ക് വരുന്നത്. അതിന് ശേഷമാണ് അപ്പം ദുബൈയിൽ അതിനുശേഷം ബിസിനസ് തുടങ്ങുന്നതാണ്. ദുബൈയിൽ ഞാൻ 2015 ഇവിടുത്തെ ഞാൻ പിന്നെ മിഷിഗണിലായിരുന്നു വന്നത്. ഞങ്ങൾ എല്ലാവരും 15 വർഷം മിഷിഗണിലായിരുന്നു. അവിടെ ഞാൻ IPC ചർച്ചിൽ യൂത്ത് പാസ്റ്ററായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അമേരിക്കൻ ചർച്ച് കാൻഡൻ കാൽവറി അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ അവിടുത്തെ അസോസിയേറ്റ് പാസ്റ്റർ ആയിട്ട് ഞാൻ അമേരിക്കൻ ചർച്ചാണ് അവിടുത്തെ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് 8 വർഷം ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡുമായിട്ട് ഓർഡിയൻ പാസ്റ്ററായി. അവിടെ നിന്ന് ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ ക്ലിനിക്കൽ പാസ്റ്റർ എഡ്യൂക്കേഷൻ അത് പഠിക്കാനൊക്കെ പോയി 5 വർഷം ബ്രേക്ക് എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ 2012 ഞങ്ങൾ ഡാലസിൽ വരുന്നത്. ഡാലസിൽ ഫിലദൽഫിയ പെന്തക്കോസ്റ്റൽ ചർച്ച് ഗാർലൻഡിലുള്ള ചർച്ചിലെ പാസ്റ്ററായിട്ട് വന്നു. 3 വർഷം അവിടെ പാസ്റ്ററായിട്ടിരുന്നു. പിന്നെ 2 വർഷം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ മൈ മിനിസ്ട്രി ഈസ് മോർ ഇവാഞ്ചലിസം. സോ അങ്ങനെ ദൈവം ശക്തമായിട്ട് ലോകം മൊത്തം അയക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ചർച്ചുമായിട്ട് എനിക്ക് ഒക്കത്തില്ല. അങ്ങനെ ഞാൻ 2015 ഞങ്ങൾക്ക് മിഷൻസ്, ഞാൻ പറഞ്ഞില്ല, മിഷൻസിൽ ഞങ്ങൾക്ക് ഒത്തിരി താല്പര്യമുള്ള ഒരു പാഷനേറ്റായിരുന്നു ഞങ്ങൾക്ക് 2 പേർക്കും. ഞങ്ങളുടെ ഫാമിലി പേരൻസ് 2 പേരും മിഷൻ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. അത് അവരുടെ ആ പാദം തന്നെ തുടരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക്, ഞാൻ പറഞ്ഞു, ചർച്ചിൽ പോയി ഫണ്ട് റൈസ് ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് വി വാണ്ട് ടു ഡു സംതിങ്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങൾ ചർച്ചിൽ തന്നെ ഉണ്ടായിരുന്നേ ഫാമിലി എന്നോട് വിളിച്ചു കഴിഞ്ഞ്, പാസ്റ്ററെ ഒരു ഹോം ഹെൽത്ത് ഞാൻ മേടിച്ചു, അതൊരു ഹോം ഹെൽത്ത് റൺ ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ സമ്മതിച്ചു. അങ്ങനെ ഞാൻ അവരുടെ ഹോം ഹെൽത്ത് ആദ്യം റൺ ചെയ്തു 2015 to 2018. പിന്നെ 2018 ഞാൻ ഹോസ്പീസ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അവിടുന്ന് പിന്നെ ഒരു ഹിസ്റ്ററിയാണ്. അങ്ങനെ പിന്നെ അവിടുന്ന് ദൈവം എനിക്ക് 2 ഫ്രണ്ട്, മാത്യു എന്ന് പറഞ്ഞൊരു ഫ്രണ്ടാണ് എനിക്ക് 65,000 ലോൺ തന്നെ ബിസിനസ് ഇടാൻ വേണ്ടി. പിന്നെ 2 പേര് ജോണിയും ബിജോയും എന്ന് പറഞ്ഞാൽ അവർ 2 പേരുമാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അവരുടെ ഹെൽപ്പ് മുഖാന്തരം ഞാൻ ബിസിനസ്സിൽ നേടി. പിന്നെ ദൈവം എന്നെ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ടാലൻ്റ് എനിക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ മുഖാന്തരം ഞാൻ ഒരു ഹോസ്പീസിൽ നിന്ന് 2 ഹോസ്പീസ്, അങ്ങനെ 3 ഹോം ഹെൽത്ത്, പിന്നെ ഫാർമസി, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ ഓരോ ഇത്. 2019 ഞാൻ ദുബായി പോയി. ഓറിയന്റൽ ജനറൽ ട്രേഡിംഗ് ദുബായിൽ പോയി തുടങ്ങാനുള്ളൊരു കാരണം എന്താ? കാരണം ഇവിടെ ഒരു എസ്റ്റാബ്ലിഷ് ആയി. അപ്പോൾ ദുബൈയിലോട്ട് പോയി സ്റ്റാർട്ട് ചെയ്യാൻ എൻ്റെ ഒരു ഡ്രീം കിടപ്പുണ്ട്, ദുബൈയിൽ ബിസിനസ് ചെയ്യണമെന്ന്. വിട്ടുപോയത്. അന്നേരം അവിടെ എനിക്കൊരു ബിസിനസ് ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അന്നേരം വൈഫിൻ്റെ കസീന് സാം എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ അവിടെ ഓറിയന്റൽ ഫുഡ് സ്റ്റഫ് എന്ന് പറഞ്ഞ സാം ദാനിയൽ എന്ന് പറഞ്ഞ അവിടെ ദുബൈയിലായിരുന്നു. 10-25 വർഷം അവിടെ ആയിരുന്നു പുള്ളിയുടെ ബിസിനസ്സായിരുന്നു ഓറിയന്റൽ ഫുഡ് സ്റ്റഫ്. ആ ബിസിനസ്സാണ് ഞാൻ മേടിച്ച് അത് ഓറിയന്റൽ ജനറൽ ട്രേഡിംഗ് ആക്കി മാറ്റി. അങ്ങനെ ഞാൻ അവിടെ ഇപ്പം കുറവാണ്, ബിസിനസ് ഇപ്പം ഡൗൺ ആയി. അത് നല്ലതായിട്ട് ബിസിനസ് പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ അത് കുറച്ച് വെച്ചിരിക്കുക. ബിക്കോസ് ബിസിനസ് ഡൗൺ ആയതുകൊണ്ട് ഓറിയന്റൽ ജനറൽ ട്രേഡിങ്ങും ഓറിയന്റൽ സ്ക്രാപ്പ് ആൻഡ് മെറ്റൽ വേസ്റ്റ് നല്ലതായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ ടാക്സ് കൂട്ടി. അന്നേരം UAE ഗവൺമെൻറ് പറഞ്ഞു ഇനി ഔട്ട് ഓഫ് UAE സ്ക്രാപ്പ് ആയിക്കോക്കത്തില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് ഇത് സ്ലോ ആയി അങ്ങനെ. പക്ഷേ ബിസിനസ്സുണ്ട് ഇപ്പോൾ. സിസ്റ്റർ, എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, സ്റ്റോറി ഞാൻ കുറച്ച് നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ, അതായത് എങ്ങനെയാണ് ഒരു തകർച്ചയിൽ നിന്നൊരു ഉയർച്ചയിലേക്ക് എത്തിയെന്നുള്ളത്. എന്ത് സപ്പോർട്ടായിരുന്നു ഈ സമയങ്ങളിൽ സിസ്റ്റർ കൊടുത്തത്? അതായത് കല്യാണം കഴിച്ച ശേഷം ജോലി വേണ്ടാന്ന് വെച്ചിട്ട് ബൈബിൾ കോളേജിലോട്ട് പോയി. അപ്പോൾ ഒരു മാനസികാവസ്ഥ എന്താണ്? ഞാൻ ആദ്യം പുള്ളിയോട് പറഞ്ഞു ലൈക്ക് അത് പുള്ളിയുടെ കോളിങ്ങാണ്.
മിനിസ്ട്രി. ഓക്കെ. എനിക്ക് ആ കോള് വന്നില്ല. അപ്പം ഞാൻ ജോലി ചെയ്യുമെന്ന് പറഞ്ഞു, കാരണം എനിക്ക് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. സോ അപ്പം ഞങ്ങൾക്ക് ഓൾറെഡി മോൻ ഉണ്ടായിരുന്നു. അപ്പം മോനുള്ളപ്പോൾ ഞാൻ പറഞ്ഞപ്പം ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ ജോലി ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ കണ്ടിന്യൂ ചെയ്തു. സോ എനിക്ക് ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ എൻ്റെ ഫാമിലിക്ക് വേണ്ടി മാനസികമായിട്ടൊരു സന്തോഷം ഉണ്ടായിരുന്നില്ല വിഷയത്തിൽ. ആദ്യം ഞാൻ ഐ ഡിഡ്ന്റ് ലൈക്ക് ബിക്കോസ് ഞാൻ ഒരു പെന്റിക്കോസ്റ്റൽ ഫാമിലി ബോൺ ആൻഡ് ബോട്ടപ്പാ. പക്ഷെ എനിക്ക് ഒത്തിരി എൻ്റെ പേരൻസിൻ്റെ വീട്ടിൽ രണ്ട് സൈഡിലും ഒത്തിരി പാസ്റ്റേഴ്സ് ഉണ്ട്. സോ ഐ ഹാവ് ഹേർഡ് എ ലോട്ട് ഓഫ് സ്റ്റോറി. അപ്പോൾ അവരുടെ ഒത്തിരി ബിറ്റർ എക്സ്പീരിയൻസസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഇപ്പം നമ്മൾക്ക് ഒരു അടുത്ത ജനറേഷൻ വരുമ്പോൾ അവരുടെയൊക്കെ ആ എക്സ്പീരിയൻസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെയുള്ള ഒരു ചിന്ത അതുകൊണ്ട് ലൈക്ക്. പക്ഷേ പല പ്രാവശ്യം പലരും വന്ന് പറയുമായിരുന്നു കോളിംഗ് ഉണ്ട്. ഒരു ഇങ്ങനെ നമ്മുടെ ചർച്ചിലൊക്കെ അന്നും ഇങ്ങനെ പ്രവാചകന്മാരൊക്കെ വരുമ്പോൾ പറയും. പിന്നെ എൻ്റെ ഗ്രാൻഡ് മദർ, എൻ്റെ അമ്മച്ചി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ വീട്ടിലെ മൂത്ത മക്കള്, അത് വെദർ ഇറ്റ് ഈസ് ബോയ് ഓർ എ ഗേൾ ഇറ്റ് ഡസന്റ് മാറ്റർ, അവര് സുശേഷ വേല ചെയ്യണമെന്ന് അമ്മച്ചിയുടെ ഒരു പ്രാർത്ഥനയായിരുന്നു. അപ്പം ഞങ്ങളുടെ വീട്ടിൽ അമ്മച്ചി വരുമ്പോൾ അമ്മച്ചി എപ്പോഴും പറയും നീ സുശേഷ വേലയ്ക്ക്. അപ്പം ഞാൻ പറയും അമ്മച്ചി ഏറ്റവും ഇളയ ആളെ ഞാൻ കൊടുത്തു നമുക്ക്. പക്ഷേ അങ്ങനെ അന്ന് അത് തന്നെ ഒരു അക്സെപ്റ്റൻസ് ഇല്ലായിരുന്നു. അങ്ങനെ പക്ഷേ അപ്പം പുള്ളി പോയി. അത് കഴിഞ്ഞ് ആക്ച്വലി എനിക്ക് ആ ഒരു റിയൽ ഇത് വന്നത് ഞങ്ങൾ അമേരിക്ക വന്നു കഴിഞ്ഞപ്പോഴാണ്. അമേരിക്ക വന്ന് ഞങ്ങൾ നല്ലൊരു വാലി ലൈഫിൽ കൂടെ പോയി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അമേരിക്ക വന്നപ്പോൾ ഞങ്ങളോട് അറ്റോർണി പറഞ്ഞു വന്ന് കഴിയുന്നുണ്ടേ നിങ്ങൾക്ക് ഗ്രീൻ കാർഡ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വന്നത്. ഞാൻ അവിടുന്ന് ബോംബെയിൽ നിന്ന് ജോലി റിസൈൻ ചെയ്ത് ഇവിടെ വരാൻ കാരണം വരുന്ന ഉടനെ ഗ്രീൻ കാർഡ് കിട്ടും, ജോലി ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതിലാണ് ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം പറഞ്ഞു അടുത്ത 2 വർഷം കഴിയാതെ ഇനിയും ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഗ്രീൻ കാർഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കിന് വേറെ ഒത്തിരി ഞങ്ങളുടെ അറ്റോർണി ആകെ ഞങ്ങളുടെ പേപ്പർ വർക്ക് എല്ലാം മെസ്സപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങളൊരു വല്ലാത്ത ഒരു 7 to 8 years എടുത്തു ഞങ്ങൾക്ക് ഗ്രീൻ കാർഡ് കിട്ടാൻ. ഓൾമോസ്റ്റ്. അപ്പം ആ ഒരു ടൈമിൽ നമ്മൾക്ക് അപ്പോൾ ആ ഒരു ലൈഫ് ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെയ്ത്ത് ബേസ്ഡ് ലൈഫായിരുന്നു. അപ്പം ആദ്യം ഞങ്ങൾ പേരൻസിൻ്റെ കൂടെ കുറച്ച് നാൾ താമസിച്ചപ്പം അവരൊരു ചെറിയ ജോലി ചെയ്യുന്ന പപ്പ മാത്രം. അപ്പം നിങ്ങൾക്ക് ജോലിയൊന്നും ഇല്ല. അപ്പം പപ്പയുടെ ഒരു ഇൻകമിലാണ് ഞങ്ങൾ ജീവിച്ചതെന്ന്. അപ്പം പപ്പായ്ക്കും അത് ഞങ്ങളൊരു ഫാമിലി അപ്പോഴത്തേക്കും ഞങ്ങൾ 4 പേര് മക്കളായി. അപ്പം ഞങ്ങൾക്ക് ഒരു ഫാമിലി അവർക്ക് സപ്പോർട്ട് ചെയ്യാനും ബുദ്ധിമുട്ട്. അപ്പം ഞങ്ങൾ 2003 ബൈ ഫെയ്ത്തിൽ ഞങ്ങൾ തന്നെ ഒരു ചെറിയൊരു ടൗൺ ഹൗസ് എടുത്ത് മാറി താമസിക്കാൻ തുടങ്ങി. അപ്പം പിന്നെ നമ്മൾ ബൈ ഫെയ്ത്ത് ആയിരുന്നു പ്രാർത്ഥിക്കുക. ദൈവം നമുക്ക് ഓരോ ദിവസം ജീവിക്കാൻ ആവശ്യമുള്ളത് ദൈവം തരുമായിരുന്നു. പക്ഷെ വന്ന സമയത്ത് ബിസിനസ് തുടങ്ങിയെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇല്ല, വന്ന സമയത്ത് 1999 to 2015 ബിസിനസ് തുടങ്ങിയത്. പക്ഷെ അതുവരെയും ഞങ്ങൾ 2099 ഇവർ 2001 വന്നേ. 2001 ഫാമിലി വൈഫും പിള്ളേരും വന്നേ. 2001 to 2008 വരെയും വി ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടുമോറോ. ഞങ്ങൾക്ക് സാലറി ഇല്ലായിരുന്നു. $100 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത മിലിറ്ററി. ഞങ്ങൾ അമേരിക്കൻ ചർച്ചിലെ പാസ്റ്ററാണെങ്കിലും അവർക്ക് സാലറി തരാൻ ബിക്കോസ് IPC ചർച്ചിലെ ആയിരുന്നു ഞാൻ യൂത്ത് പാസ്റ്ററായിട്ട് അവരെന്നെ ഇത് ചെയ്തത്. അതുകൊണ്ട് അവർക്ക് സാലറി ആയിരുന്നു, ഓഫറിങ് ആയിരുന്നു. ഇന്നിപ്പം മാസം $400 അല്ലെങ്കിൽ $500 ആണെങ്കിൽ അടുത്ത മാസം എന്തോ നമുക്ക് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ഫെയ്റ്റിൽ ജീവിച്ചത്. പക്ഷേ ദൈവസന്നിധി ഞങ്ങൾ കംപ്ലൈൻറ്റ് പറഞ്ഞില്ല, ബിക്കോസ് ദൈവം ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. ഓക്കെ. ബിസിനസ്സിൻ്റെ അകത്ത് ഈ ഫാമിലിയുടെ സപ്പോർട്ട് എത്രമാത്രമുണ്ട്? ഫാമിലിയിൽ വൈഫ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഫുൾ സപ്പോർട്ടുണ്ട്. പിള്ളേരുടെയും ഫുൾ സപ്പോർട്ടുണ്ട്. മോള് ഫുൾ ടൈമായിട്ട് ചെയ്യുന്നുണ്ട്. മോൻ വേറെ ജോലി ചെയ്യുന്നതും കൊണ്ട് മോളും മരുമോളും ഒരു ഇടയ്ക്ക് ചെയ്യുമായിരുന്നു, ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഇൻസിഡൻറ്റിലുള്ള പുള്ളിക്കാരി ഇത് പക്ഷേ സപ്പോർട്ടുണ്ട്. മോളും ഇൻവോൾവാണ്, മരുമോനും ഇൻവോൾവ് ഉണ്ട്. ട്രാൻസ്പോർട്ടേഷൻ്റെ ഇതിൽ ഇൻവോൾവ് ഉണ്ട്. അങ്ങനെയാണ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഫ്യൂച്ചറിൽ അവർക്കുള്ളതാ. അതെ, അവർ തന്നെ നോക്കി നടത്തിയേ പറ്റൂ എപ്പോഴായാലും. അതെ, ഞാൻ ഇത്രയൊക്കെ ചോദിച്ചു. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ പുതിയ തലമുറ അമേരിക്ക വരുന്നവരുണ്ടാവാം, ഇന്ത്യയിലുള്ളവരുണ്ടാവാം, ദുബൈയിലുള്ളവരുണ്ടാവാം, ലോകത്ത് എവിടെയായിരിക്കും ബിസിനസ്സിലേക്ക് കടന്നു വരുന്നവരുണ്ട്, വിശ്വാസികളായിട്ടുള്ളവരുണ്ട്. എന്ത് നിർദ്ദേശമാണ്, എന്തൊരു ഗുണപാഠമാണ് അവർക്ക് നൽകാനുള്ളത്?
ഞാൻ പറഞ്ഞ എൻ്റെ ജീവിത എക്സ്പീരിയൻസിൽ കൂടെ പറയാകത്തുള്ളൂ. ഐ ഡ്രീം എ ബിഗ് ഡ്രീം. വാട്ട് ഐ ബിഗ് ഡ്രീം, ഞാൻ അബ്ദുൽ കലാം, നമ്മുടെ പ്രസിഡൻ്റ് ആയിരിക്കുന്ന അബ്ദുൽ കലാമിൻ്റെ ചില വാക്കുകളുണ്ട്, ഞാൻ അത് എഴുതി വെക്കുമായിരുന്നു. അത് എഴുതി വെച്ചിട്ട് വാട്ട് ഡു യു ഡ്രീം യു അപ്ലൈ ഇൻ യുവർ ലൈഫ് പ്രാക്ടിക്കലി. അത് വെച്ച് ഞാൻ അത് പല കാര്യങ്ങളും ഞാൻ എഴുതി വെച്ച് ഞാൻ പുള്ളിയുടെ തോട്ട്സ് എന്നും ഞാൻ പുള്ളിയുടെ ആ തോട്ട്സ് വായിച്ചിട്ട് ഞാൻ എപ്പോഴും വൺ ഡേ ഐ വിൽ ബിക്കം ലൈക്ക് ദാറ്റ്. അങ്ങനെ ഒരു ഇത് വെച്ചാൽ ഞാൻ ഇത് ചെയ്തത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലയോ, ഞാനോട് അറിഞ്ഞില്ല ഈ ലെവലിൽ ദൈവം കൊണ്ടുപോകുമെന്ന്. ഒരിക്കലും ഞാൻ ചിന്തിച്ചില്ല ഈ നിലയിൽ വരുമെന്ന്. ദൈവം സഹായിച്ച് ഇത്രയും ദൈവം അനുഗ്രഹിച്ചു. എല്ലാത്തിനും ദൈവത്തിൻ്റെ ഗ്രേസും ദൈവത്തിൻ്റെ ഫേവറുമാണ്, അല്ലാതെ എൻ്റെ മിടുക്കോ ഞങ്ങളുടെ മിടുക്കോ ഒന്നുമല്ല. എല്ലാം ദൈവത്തിൻ്റെ ഒരു ഫേവറായിരുന്നു. സോ ദൈവം, നമ്മൾ ഫസ്റ്റ് സീക്ക് ദ കിങ്ഡം, അത് കഴിയുമ്പോൾ നമ്മൾ ആ മിഷൻസിന് വേണ്ടി നമ്മൾ കൂടുതൽ പേര് ഇത് ചെയ്തപ്പോൾ അതിപ്പം ശത്രു എല്ലാ രീതിയിലും നോക്കുന്നുണ്ട് നമ്മളെ തകർത്തി കളയാൻ. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ ഞങ്ങൾ പിടിച്ചു നിന്ന് ഇത് ചെയ്ത് ഇത്ര ഈ നിലയിൽ ദൈവം കൊണ്ടുവന്നു. അപ്പം നിങ്ങൾ പിന്നെ ഏത് ചർച്ചിലാണ് ഇപ്പം കൂടി? ഞാൻ മെട്രോ ചർച്ച് ഓഫ് ഗോഡ് ഫാമസ് ബ്രാഞ്ചിലുള്ള സതീഷ് പാസ്റ്റർ അവിടെ. അപ്പോൾ എനിക്ക് ഇപ്പം ഷുഭാഷക്ക് എന്തോ അതിനകത്ത് റോളുണ്ട് ഇപ്പം? ഞങ്ങൾക്ക് ഇവിടെ സെൽ ഗ്രൂപ്പുണ്ട്, 10 സെൽ ഗ്രൂപ്പുണ്ട്. അതിനകത്ത് ഒരു ഗാർലൻഡിലെ ഒരു സെൽ ഗ്രൂപ്പിൻ്റെ ലീഡറാണ് ഞാൻ. എൻ്റെ മോന് ഒരു സെൽ ഗ്രൂപ്പിൻ്റെ യൂത്തിൻ്റെ ഒരു സെൽ ഗ്രൂപ്പിൻ്റെ ലീഡറാണ്. അങ്ങനെ ഞങ്ങൾ കഴിവിനും പിന്നെ സെർവിങ് ഓർഫനേജ് വേൾഡ് വൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടറാണ് ഞാൻ. അതിനകത്ത് തന്നെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ സഹായിക്കുന്നുണ്ട്. 8,000 കിഡ്സ് അറൗണ്ട് ദ വേൾഡ് ഉണ്ട്. ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് 10 പിള്ളേരെ. അതിനകത്ത് മോനും അവർ ഇൻവോൾവ്. സോ ദാറ്റ്സ് ഹൗ ഒരു വലിയൊരു മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. യാ, എന്തോ ഒരു ഫ്യൂച്ചർ അംബീഷൻ എനിക്ക് ബിസിനസ്സിലല്ല അറിയേണ്ടത്, നമ്മുടെ ആത്മീയ ലെവലിൽ ഒരു ഫ്യൂച്ചർ അംബീഷൻ ഉണ്ടാകും. മിനിസ്ട്രിയിൽ എനിക്ക് പറഞ്ഞില്ലേ, ദൈവം എനിക്ക് നല്ല ടാലൻറ്റ് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഈ ലീഡേഴ്സുമായിട്ട് ഷെയർ ചെയ്തു. സോ ഐ വാണ്ട് ടു ഇൻവോൾവ് മോർ ഇൻ ദ മിനിസ്ട്രി ഇൻ ദ എക്സിക്യൂട്ടീവ് പൊസിഷൻ ആൻഡ് ഹെൽപ്പ് ദ പീപ്പിൾ ആൻഡ് ബ്രിങ് ദ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ടു ദ നെക്സ്റ്റ് ലെവൽ. സോ ഞാൻ ദൈവത്തിന് സമയമാകുമ്പോൾ അതാകുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. നമുക്ക് കയറി ചെന്ന് ഞാൻ പോയി ഒന്നും പറയാറില്ല, എനിക്കിത് തരണം പറയാറില്ല. ദൈവം സമയമാകുമ്പോൾ ഐ ഷെയർ മൈ ടാലൻറ്റ്, ഐ ഷെയർ മൈ എക്സ്പീരിയൻസ് ടു ദം. നൗ ഇറ്റ്സ് അപ് ടു ദം വെൻ ഗോഡ്സ് ടൈം കംസ്. ഇഫ് ദേ അപ്പോയിന്റ് മീ, ഐ വിൽ ടേക്ക് ദ പൊസിഷൻ. വൈഫിൻ്റെ പേര് സൂസൻ ഷാജി എന്നല്ലേ? സൂസൻ ഷിബു. ഓക്കെ. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യങ്ങളോട്, പിന്നെ ഇത്രയും കാര്യങ്ങൾ ഈ ബിസിനസ് സമയത്ത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കെയർ ഒരു വലിയ വിഷയമാണ്. അറിയാമല്ലോ, കുഞ്ഞുങ്ങൾ ചെറുപ്പമായിരുന്നു, നിങ്ങളിവിടെ വന്നു, അവരുടെ വിദ്യാഭ്യാസം. ഇത് ഈ ബിസിനസ്സുകാരനായ ഭർത്താവിനെ സഹായിക്കണം, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം. എത്രമാത്രം ഒരു കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ആ സമയം? ബിസിനസ് തുടങ്ങിയത് ഓൾമോസ്റ്റ് അവരൊരു 20 ഏജ് ആയപ്പോഴാണ്. പക്ഷെ അവരുടെ ചെറുപ്പത്തിൽ റിയലി ഞാൻ ഒത്തിരി, കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഞങ്ങൾ 8 years നമ്മൾ പറഞ്ഞില്ലേ ജോലി ഇല്ലാതിരുന്നു. സോ ഞാൻ ആക്ച്വലി എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കമ്പ്യൂട്ടർ ആയിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ വന്ന് ഞങ്ങൾ 8 years ഒന്നും ചെയ്യാതിരുന്നപ്പോ ഞാൻ പഠിച്ച പ്രോഗ്രാമിങ്ങോ ഞാൻ പഠിച്ച നെറ്റ്വർക്കിങ്ങോ ഒന്നും എക്സിസ്റ്റിംഗ് പോലും ഇല്ലായിരുന്നു. സോ എനിക്ക് അപ്പൊ എൻ്റെ ഒരു ഇത് ഇവിടെ എനിക്ക് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം. സോ എനിക്ക് എപ്പോഴും എൻ്റെ കുഞ്ഞിലെ ഡ്രീം ആയിരുന്നു എനിക്കൊരു നേഴ്സാകണം. പപ്പായ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. സോ എനിവേ അപ്പൊ ഞാൻ വിചാരിച്ചു അത് എൻ്റെ ഒരു ഡ്രീം എനിക്ക് ഫുൾഫിൽ ചെയ്യണം. സോ ഞങ്ങൾക്ക് ഗ്രീൻ കാർഡ് കിട്ടിയപ്പോൾ ഫസ്റ്റ് തിങ് ഞാൻ സ്കൂളിൽ പോവായിരുന്നു നഴ്സിംഗ് പഠിക്കാൻ. അപ്പോൾ അതൊരു ചാലഞ്ച് ആയിരുന്നു. മക്കളെ പിള്ളേർ ഒത്തിരി കുഞ്ഞായിരുന്നു. അപ്പോൾ ആക്ച്വലി മോൻ ഒരു 9 years, മോക്ക് 4 years, അങ്ങനെ ആ ഒരു സമയമായിരുന്നു ഞങ്ങള്. അപ്പം എനിക്ക് പഠിക്കണം, മക്കളെ നോക്കണം. അപ്പം ആക്ച്വലി അതപ്പം മക്കള് ഒത്തിരി അഡ്ജസ്റ്റബിൾ ആയിരുന്നു. പിള്ളേരാണെങ്കിലും അവര് ഒത്തിരി മോൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുമായിരുന്നു, മോളെ ടേക്ക് കെയർ ചെയ്യാനും. അപ്പൊ സ്കൂളിൽ പോകണം. ആ സമയത്തായിരുന്നു ആക്ച്വലി മക്കളെ നോക്കാനുള്ള ചാലഞ്ച്. പക്ഷെ ഐ ഡിഡ് ഇറ്റ് ബിക്കോസ് അപ്പൊ അവരുടെ കാര്യം നോക്കണം, സ്കൂളിൽ പോകണം. അപ്പൊ ഞാൻ ഒരു കൊച്ചു ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് ഇറ്റ് ഈസ് ക്വൈറ്റ് ചാലഞ്ചിങ്. പക്ഷെ അത് മാനേജ് ചെയ്തു ദൈവത്തിന്റെ ഒരു, കാരണം ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ ആ ഒരു സമയമായിരുന്നു ഞങ്ങളുടെ ആ ഗ്രീൻ കാർഡ് കിട്ടേണ്ട ആ സമയമായിരുന്നു ഞാൻ കുറച്ചുകൂടി ദൈവസന്നിധിയിൽ അപ്പോൾ ഞാൻ എന്നെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്തത്. പിന്നെ അപ്പം ദൈവത്തിന്റെ ഒരു ഫേവർ ഉണ്ടായിരുന്നു, ഹെൽപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ചാലഞ്ചസിനെ എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റി. കാരണം മക്കളെ നോക്കേണ്ടതും അവരുടെ കാര്യവും, സ്കൂളിൽ പോകണം, ജോലി ചെയ്യണം. ബട്ട് ഇറ്റ് വാസ് ക്വൈറ്റ്. പക്ഷെ അന്നും ഞങ്ങൾ ആ സമയത്തും ചർച്ച് ആക്ടിവിറ്റീസിലൊന്നും പുറകോട്ട് മാറിയിട്ടില്ല. എല്ലാവരും ചോദിക്കുമായിരുന്നു എല്ലാത്തിനും എങ്ങനെ. പക്ഷെ ദൈവത്തിന്റെ ഒരു
അതാണ് അവസാനം കേട്ട ആ ഒരു ഇതാണ്, അതായത് ദൈവത്തിന്റെ കാര്യത്തിന് ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല. അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ സ്ട്രഗിളിൽ കൂടെ പോകുമ്പോൾ തന്ന ഏതൊരു വിസിറ്റിംഗ് പാസ്റ്റർ വന്നാലും ഞങ്ങൾക്ക് ഉള്ളത് അവർക്ക് കൊടുക്കും. ഞങ്ങളുടെ വീട്ടിൽ അവര് എല്ലാരും വരുന്നവരെല്ലാം ഒരുമാതിരി അന്നും ഞങ്ങള് അന്ന് ഇല്ലാത്തപ്പോഴും താമസിക്കും. ഞങ്ങളുടെ വീട്ടിൽ മിക്കവാറും വിസിറ്റിംഗ് പാസ്റ്റേഴ്സ് ഉണ്ട് അവിടെ. അത് അന്നും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലാണ്. ശരിക്കും അതാണ് നിങ്ങളുടെ ജീവിതം. ഇപ്പം പുറത്ത് നിൽക്കുന്നവർക്ക് തോന്നും ഷിബു സാമുവൽ എന്ന് പറഞ്ഞ ആൾ പെട്ടെന്ന് ധനിയനായി അല്ലെങ്കിൽ അങ്ങനെ ഒരു പടം, പക്ഷേ പൊള്ളുന്നൊരു ജീവിതം ഉണ്ടായിരുന്നു. ഞങ്ങൾ 8 വർഷം ഞങ്ങൾ ഗോ ത്രൂ ചെയ്ത ആ വാലി ലൈഫ് ആർക്കും വരലേന്ന് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കും. ബിക്കോസ് അത് അങ്ങനെ ആരും പോയിട്ടില്ല. എല്ലാവരും സെറ്റിലായി അല്ലെങ്കിൽ ഫാമിലി വന്ന് ഓടുന്ന ജോലിക്ക് കയറി അങ്ങനെ ആയതുപോലെ ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിവുണ്ടെങ്കിലും ജോലി ചെയ്യാൻ ഒക്കാത്ത സിറ്റുവേഷൻ. 4 വർഷം ഞങ്ങൾ നല്ല ചെറുപ്പ സമയം 4 വർഷം ഞങ്ങൾ ഒത്തിരി ഇതിൽ കൂടെ പോയി. അവിടെ നിന്ന് എല്ലാം ദൈവം ഞങ്ങളെ ഓടിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും അന്നേരം പഠിക്കുമായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് സമയം കൊടുക്കാനുള്ള ഇതില്ലായിരുന്നു. പക്ഷെ അവർ ഒത്തിരി അത് മനസ്സിലാക്കി ഇത് ചെയ്തു. മോളെ ടേക്ക് കെയർ ചെയ്ത മോൻ കളിക്കുന്ന സമയത്തിന് മോളെ ടേക്ക് കെയർ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒത്തിരി സാക്രിഫൈസ് ചെയ്തതാണ് മോനൊക്കെ. ശരിക്കും അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശം നൽകുന്നൊരു ഒരു കുടുംബ കഥയാണ് കേട്ടത്. ഒത്തിരി പേർക്ക് എനിക്ക് ഉറപ്പുണ്ട് ഇത് കേൾക്കുന്ന കുറേ ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഇതൊരു മാറ്റം ഉണ്ടാക്കും. കാരണം എല്ലാവരും വിചാരിക്കുന്ന ആൾക്കാരുടെ മുഖം മൂടി മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിലെ ഷോ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. ആ കഥ നമുക്കിത് കേൾക്കാനിടയായി. ഈ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. കാരണം അവരുടെ വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ അവരെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മുമ്പിലുള്ള ചില ചലഞ്ചുകളുണ്ട്. ആ ചലഞ്ചുകളൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ നമുക്ക് ഓരോരുത്തരും കേൾക്കുന്ന ഓരോരുത്തരും അവർക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കണം. ഞാൻ ഒരു കാര്യം ഷെയർ ചെയ്യാറുണ്ട്. അത് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ PCNAC ഞാൻ $25,000 ഞാൻ സ്പോൺസർ ചെയ്തു, ഗ്രാൻഡ് സ്പോൺസർ. അതിന് ഒത്തിരി ആൾക്കാർ അത് ഇതെല്ലാം പറഞ്ഞു. പക്ഷെ അവർ ചിന്തിക്കുന്ന വേറൊരു രീതിയിലായിരുന്നു. ഞാൻ ചെയ്യാൻ്റെ കാരണം അതിന് പിന്നിലുണ്ട്. ഞാനത് PCNAC ഞാനത് പറഞ്ഞായിരുന്നു. അതൊന്നുകൂടി ഞാൻ എടുത്ത് പറയാൻ താല്പര്യപ്പെടുന്നു. ഞങ്ങൾക്ക് ഒന്നും ഇല്ലാത്ത സമയത്തിന് ഫിലദൽഫിയ കോൺഫറൻസിൽ ജോർജ് മാത്യു പാസ്റ്റർ ആയിരുന്നു കൺവീനർ. അന്ന് ഞങ്ങളുടെ കംപ്ലീറ്റ് ആ കോൺഫറൻസിൽ ഞാൻ അന്ന് കോൺഫറൻസിൻ്റെ കമ്മിറ്റി മെമ്പറാണ്. പക്ഷെ ഞങ്ങളുടെ പൈസ ഇല്ല സപ്പോർട്ട് ചെയ്യാൻ, കോൺഫറൻസിന് പോകാൻ പൈസ ഇല്ല, ഒന്നുമില്ല. ഏത് വർഷം അത്? 2003 ഫിലദൽഫിയ കോൺഫറൻസ് പോൾ യോങ്കിച്ചെ കൊണ്ടുവന്ന സമയത്തിന്. അന്നേരം ഞങ്ങളുടെ 4 പേരുടെ രജിസ്ട്രേഷന്, ഹോട്ടലിൽ താമസിക്കാനുള്ളത്, ഫുഡും പ്ലസ് പേരൻസിൻ്റെയും കംപ്ലീറ്റ് ജോർജ് മാത്യു പാസ്റ്റർ PCNAC ടേക്ക് കെയർ ചെയ്ത് ഞങ്ങളെ മൊത്തം. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ദൈവം എന്നെ ദൈവം മാനിക്കുമ്പോൾ ഈ PCNAC ഐ വാണ്ട് ടു ഗീവ് ബാക്ക് ടു PCNAC. അങ്ങനെ ഞാൻ ഈ PCNAC മാത്രമല്ല ഞാൻ സപ്പോർട്ട് ചെയ്തത്, ബിക്കോസ് എല്ലാ കോൺഫറൻസിലും ഞാൻ സ്പോൺസർ ചെയ്ത്. കാരണം അതുകൊണ്ട് ചർച്ച് ബോർഡ് ആയാലും AG ആയാലും IPC ആയാലും PCNAC ആയാലും. പക്ഷേ അത് ആ കാരണം ദൈവം എന്നെ ആ ഒരു PCNACൽ വേറൊരു പാസ്റ്റർ മുഖാന്തരം എന്നെ അനുഗ്രഹിച്ചപ്പോൾ ഐ വാണ്ട് ടു ഗീവ് ബാക്ക് ടു ദ കോൺഫറൻസ് വാട്ട് ദേ ഡിഡ് ഫോർ മീ. ആ ഒരു ഇത്ര മാത്രമേ ഉള്ളൂ ഞാൻ സ്പോൺസർ ചെയ്ത്. അല്ലാതെ വലിയ ആളാകണമെന്നോ പേര് നേടണമെന്നോ ഗ്രാൻഡ് സ്പോൺസർ ആയി പേര് നേടാനോ അല്ലെങ്കിൽ പ്രസംഗം കിട്ടാനോ ഞാൻ ഒരിക്കലും പറയത്തില്ല. എനിക്ക് പ്രസംഗം തരണമെന്നും അത് തരണമെന്നും ഒന്നും പറയത്തില്ല. കഴിഞ്ഞ വർഷം 8 വലിയ തുക കൊടുത്തത് കഴിഞ്ഞ വർഷം ഹൂസ്റ്റൺ കോൺഫറൻസ്. അതെല്ലാം അല്ലാത്തപ്പോൾ എല്ലാം 5,000 10,000 അങ്ങനെയൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. എന്തായാലും നല്ലൊരു ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെപ്പറ്റി ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ എബിമാമൻ പാസ്റ്ററാണ് നമ്മളെ പരിചയപ്പെടുത്തിയത്. പക്ഷേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് ഞാനിത് ഒന്ന് റെഫർ ചെയ്തു. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. പക്ഷേ ഇത്രയും ഒരു പൊള്ളുന്ന അനുഭവത്തിൽ കൂടെയാണ് വന്നതെന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതറിയാത്ത ഒത്തിരി പേരുണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ, മനസ്സിലായി. അപ്പോൾ അവരിത് കേൾക്കണം. അവർ കേട്ടിട്ട് മനസ്സിലാക്കണം യാഥാർത്ഥ്യം. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് ക്രിസ്ലീവിൻ്റെ എല്ലാ നന്ദിയും അറിയിക്കുകയാണ്. ദൈവം നിങ്ങളുടെ ബിസിനസ്സിനെ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ എല്ലാ മേഖലകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു.